ശിഷ്യനും സഹോദരപുത്രനുമായ ഉർവത്ത് ബിൻ സുബൈർ പറയുന്നത് ഇങ്ങനെ: വിശുദ്ധ ഖുർആൻ, നിർബന്ധ മതകാര്യങ്ങൾ, ഹലാൽ ഹറാമുകൾ, കർമ്മശാസ്ത്രം, വൈദ്യം, കവിത, അറബികളുടെ പൂർവ്വചരിത്രം, വംശാവലി എന്നിവയിലെല്ലാം ആയിഷയേക്കാൾ മികവുറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അതാ ഇബ്നു അബീ റബാഹ് പറഞ്ഞത് ഇങ്ങനെ: ജനങ്ങളിൽ ഏറ്റവും ഫിഖ്ഹ് അറിയുന്നവരും വിവരമുള്ളവരും പൊതുകാര്യങ്ങളിൽ മികച്ച നിലപാടുള്ളവരുമായിരുന്നു ആയിഷ. ഇമാം സുഹരി ഇങ്ങനെ പറയുന്നു: തിരുനബിയുടെ ഇതര പത്നിമാരുടെ എന്നല്ല, മുഴുവൻ സ്ത്രീകളുടെയും അറിവിനോട് തട്ടിച്ചു നോക്കിയാലും ആയിഷ ബീവിയുടെ വിജ്ഞാനം മികച്ചതായിരിക്കും. മുതിർന്ന സ്വഹാബാക്കൾ പോലും അതിസൂക്ഷ്മജ്ഞാനമായ അനന്തരാവകാശ നിയമങ്ങളുടെ കുരുക്കഴിക്കാൻ ബീവിയെ സമീപിക്കുമായിരുന്നു. അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു പറയുന്നു: ഞങ്ങൾ സ്വഹാബികൾക്ക് ഏതെങ്കിലും ഹദീസിൽ സംശയം വരികയും ബീവിയോട് ചോദിക്കുകയും ചെയ്താൽ എന്തെങ്കിലും അറിവ് കിട്ടാതിരുന്നിട്ടേയില്ല. ചെറുപ്രായത്തിലെ തൻ്റെ വീട്ടിൽ നിന്നും അവർ പഠിച്ചു വെച്ച കവിതകൾക്ക് കയ്യും കണക്കുമില്ല. എന്തു വിഷമമുണ്ടായാലും ബീവി അതിലൊരു കവിത പാടുമെന്നാണ് ഒരിക്കൽ ഇതേ സംബന്ധിച്ച് ഉർവ പറഞ്ഞത്. കലുഷിതമായ മദീന ജീവിതത്തിൽ പ്രബോധന ഭാരം വഹിക്കുന്ന തിരുമേനിക്ക് കവിതകൾ പാടിക്കൊടുത്ത് ആശ്വാസത്തിൻ്റെ കുളിര് നൽകുന്ന ബീവിയെ നമുക്ക് ചരിത്രത്തിൽ കാണാം. തിരുനബിയുടെ വഫാത്തിന് ശേഷം ജനങ്ങൾക്ക് ഫത്വ നൽകിയും വിജ്ഞാന പ്രചരണം നടത്തിയും വേണ്ടി വരുമ്പോഴെല്ലാം രാഷ്ട്രീയ ഭരണകാര്യങ്ങൾ ഇടപെട്ടും വഫാത്ത് വരെയും അവർ ദൗത്യം നിർവഹിച്ചു. വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണത്തിലും ബീവി ആയിഷ വ്യക്തമായ പങ്ക് നിർവഹിച്ചു.